കോശങ്ങൾ കഴിഞ്ഞു. ഇനി കോശങ്ങൾ കൂടിച്ചേർന്നാൽ ആരാകും എന്നുള്ളതാണ് കോശങ്ങളിലെ കോശജാലങ്ങൾ. അപ്പോൾ കോശങ്ങൾ കൂടിച്ചേർന്നാൽ എന്തായിട്ട് മാറും, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് എന്ത് പറയുന്നത്, കലകളെക്കുറിച്ച് അല്ലെങ്കിൽ ടിഷ്യൂസിനെ കുറിച്ച് പറയുന്നത്. മനുഷ്യ ശരീരത്തിൻ്റെ ഓരോ ഭാഗവും വിവിധ തരത്തിൽപ്പെട്ട കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നാഡീകോശങ്ങൾ, പേശീകോശങ്ങൾ, രക്തകോശങ്ങൾ, അസ്ഥികോശങ്ങൾ എന്നിങ്ങനെ മനുഷ്യ ശരീരത്തിൽ 200ഓളം വ്യത്യസ്ത ഇനം കോശങ്ങളുണ്ട്. 200ഓളം എന്നാണ് പറഞ്ഞത്, പ്രത്യേക ഒരു നമ്പറൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം പിന്നെ അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷെ ഇത്രയും തരത്തിലുള്ള കോശങ്ങൾ നമ്മുടെ കലകൾ നമ്മുടെ ശരീരത്തിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ എന്താണ് കലകൾ എന്ന് പറഞ്ഞാൽ, ഈ കോശങ്ങൾ കൂടിച്ചേർന്നാൽ, 2ൽ കൂടുതൽ കോശങ്ങൾ കൂടിച്ചേർന്നാൽ നമ്മൾ കലകൾ എന്ന് പറയും അല്ലേ. ഒരു കോശത്തിൽ നിന്ന് രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടമാണ് കലകൾ. അത് ഡെഫിനിഷൻ ഒന്ന് ഓർത്ത് വെക്കണേ. ഒരേ കോശത്തിൽ നിന്ന് രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതും. ഒരു കലകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നാഡീകല, പേശീകല, രക്തകല. ഇപ്പോൾ രക്തം എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകമായിട്ടൊരു ഫങ്ഷൻ ഉണ്ട് അല്ലേ. പേശീകല അതിന് പ്രത്യേകമായിട്ടൊരു ഫങ്ഷൻ ഉണ്ട്. ആ കോശങ്ങൾ വരുന്നത്, കലകൾ നിർമ്മിക്കപ്പെടുന്നത് ഒരേ കലകളുടെ കൂട്ടങ്ങളാണ്. പ്രത്യേകം ഫങ്ഷനാണ് കലകൾക്ക് ഉണ്ടാകുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരേ കോശത്തിൽ നിന്ന് രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായിട്ടുള്ള കലകളുടെ കൂട്ടമാണ് കോശങ്ങളുടെ കൂട്ടമാണ് കലകൾ എന്ന് പറയുന്നത് അല്ലേ. ഇനി ഒറ്റ കോശത്തിൽ നിന്ന്, സിക്താണ്ഡം എന്ന ഒറ്റ കോശത്തിൽ നിന്ന് രൂപം പ്രാപിച്ചതാണ് നമ്മുടെ ശരീരം. സിക്താണ്ഡം തുടർച്ചയായി വിഭജിച്ച് ആകൃതിയിലും വലിപ്പത്തിലും ഉള്ളടക്കത്തിലും വ്യത്യസ്തമായ കോശങ്ങൾ ചേർന്ന് ഭ്രൂണമായി മാറുന്നു. ഭ്രൂണകോശങ്ങൾ ക്രമാനുഗതമായി ഘടനയിലും ധർമ്മത്തിലും വൈവിധ്യം കൈവരിക്കുന്നു. ഈ പ്രക്രിയയാണ് കോശവൈവിധ്യവൽക്കരണം അല്ലെങ്കിൽ സെൽ ഡിഫറൻസിയേഷൻ അല്ലേ. അതായത് നമ്മൾ എന്താണ്, ആ ഒരു സിക്താണ്ഡം എന്ന് പറയുന്ന ഒറ്റ കോശം അല്ലേ, ആ ഒരൊറ്റ കോശത്തിൽ നിന്നാണ് ഇത്രയും കോടാനുകോടി കോശങ്ങളുള്ള ഒരു ജീവിയായിട്ട് മാറുന്നത് അല്ലേ. അപ്പം ഇങ്ങനെ സെൽ ഡിവൈഡ് ചെയ്ത് വരുന്നതാണ് ഒരു കുട്ടിയായിട്ട് മാറുന്നത് അല്ലേ. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെൽ ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ കോശ വൈവിധ്യവൽക്കരണം എന്ന് പറയുന്നത്. ഇനി വിത്ത് കോശങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം ഏതു കോശമായി മാറാനും കഴിവുള്ള സവിശേഷ കോശങ്ങളാണ് ആരെ, വിത്ത് കോശങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇവ മൂലകോശങ്ങൾ എന്നും അറിയപ്പെടുന്നു. സ്റ്റെം സെൽസ് ആണ് കേട്ടോ. ദീർഘമായ വൈവിധ്യവൽക്കരണ പ്രക്രിയയിലൂടെയാണ് വിത്ത് കോശങ്ങൾ ഉണ്ടാകുന്നത്. വിത്ത് കോശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്തുള്ള ഒരു കോശത്തിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സ്റ്റെം സെൽസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ആ സ്റ്റെം സെൽസിന് എന്ത് പറ്റും, ആ ഒരു ഭാഗത്തുള്ള കോശങ്ങളായി മാറാനും കഴിയും. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമ്മുടെ മജ്ജ, ത്വക്ക്, അന്നപദം മുതലായ ശരീരഭാഗങ്ങളിലെല്ലാം എന്തുണ്ട്, വിത്ത് കോശങ്ങളുണ്ട്. വിത്ത് കോശങ്ങൾക്ക് വിഭജനത്തിലൂടെ മറ്റു കോശങ്ങളായി മാറാനോ വിത്ത് കോശങ്ങൾ തന്നെയായി തുടരാനോ ഉള്ള കഴിവുണ്ട്. ഇപ്പം നമ്മുടെ കാലിലുള്ള പേശിയുടെ ആ ഒരു ഭാഗമാണ് പോയതെങ്കിൽ, എന്തെങ്കിലും തകരാറ് പറ്റിയതെങ്കിൽ ഈ സ്റ്റെം സെൽസ് വെച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യാം. അപ്പം എന്ത് ചെയ്യും, ഈ സ്റ്റെം സെൽസ് അവിടുത്തെ ഫങ്ഷനാണ് ചെയ്യുക. അല്ലെങ്കിൽ അവിടെ ഒന്നും ആവശ്യമില്ലെങ്കിൽ ഈ സ്റ്റെം സെൽസിന് എന്തുണ്ട്, ആ സ്റ്റെം സെൽസ് ആയിട്ട് തന്നെ തുടരാനുള്ള കഴിവും ഉണ്ട്. അപ്പം ഏത് കോശമായിട്ട് മാറാനും ആർക്ക് കഴിവുണ്ട്, സ്റ്റെം സെൽസിന് കഴിവുണ്ടെന്നാണ് പറയുന്നത്. ഗവേഷണശാലകളിൽ സവിശേഷ സാഹചര്യങ്ങളിൽ വിത്തുകോശങ്ങളിൽ നിന്ന് അഭിലഷണീയമായ കോശങ്ങൾ രൂപപ്പെടുത്താൻ കഴിയും. ഇന്ന് രക്താർബുദം, പ്രമേഹം, പാർക്കിൻസൺസ് തുടങ്ങിയ എന്നിവയുടെ ചികിത്സയ്ക്കും കൃത്രിമ അവയവങ്ങൾ രൂപപ്പെടുത്തുന്നതിനും വിത്ത് ഗവേഷണം വൻ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മൾ മജ്ജ മാറ്റിവെക്കൽ ശാസ്ത്രക്രിയൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പം ഓർത്തുവെക്കുക, ഈ വിത്ത് കോശങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റേത് കോശങ്ങളായിട്ട് മാറാനുള്ള കഴിവുള്ള കോശങ്ങളാണ്. ത്വക്ക്, അന്നപദം, മജ്ജ ഇവിടെയൊക്കെയാണ് സ്റ്റെം സെൽസ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്.
ഏത് കോശമായിട്ട് മാറാനോ അല്ലെങ്കിൽ അതേ കോശമായിട്ടുള്ള തുടരാനോ ഉള്ള കഴിവ് ആർക്കുണ്ട്? സ്റ്റെം സെൽസിന് ഉണ്ട്. ഇനി കലകൾ, ടിഷ്യൂസ് ഏതൊക്കെയാണ്? വിവിധ തരം ടിഷ്യൂസ് ആണ് പറയുന്നത്. ഫസ്റ്റ് ആണ് എപ്പിത്തീലിയൽ ടിഷ്യൂ ഓർ ആവരണ കല, നാഡീകല അല്ലെങ്കിൽ നെർവസ് ടിഷ്യൂ, പേശീകല അല്ലെങ്കിൽ മസ്കുലാർ ടിഷ്യൂ, യോജക കല അല്ലെങ്കിൽ കണക്റ്റീവ് ടിഷ്യൂ. അപ്പം 4 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏതൊക്കെ 4 തരത്തിലുള്ള കലകളാണ് ഉള്ളത്? ആവരണകല, പേരിൽ ഇപ്പോൾ തന്നെ ശരീരത്തെ ആവരണം ചെയ്തിട്ടുണ്ട് അല്ലേ? ആരാണ്? അന്നപദത്തിന്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്യുന്നു. സംരക്ഷണം, ആഗിരണം, സ്രവങ്ങളുടെ ഉൽപാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. അതേപോലെ നാഡീകല എന്താണ്? നമ്മുടെ നെർവ്സ് അല്ലേ, ശരീരപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു, അതേപോലെ ഏകോപിപ്പിക്കുന്നു. ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നു അല്ലേ? നമ്മുടെ റിഫ്ലക്സ് ആക്ഷനൊക്കെ, റിഫ്ലക്സ് പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? പെട്ടെന്ന് കൈ ചൂട് തട്ടിയാൽ കൈ വലിക്കുന്ന അല്ലേ? അപ്പം ഇങ്ങനെയുള്ള പ്രതികരണങ്ങളൊക്കെ അറിഞ്ഞ് ആ ഒരു കാര്യത്തിന് എതിരെ പ്രതികരിക്കാനൊക്കെ സഹായിക്കുന്നത് നാഡീകലയാണ് അല്ലേ? ശരീരപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. അതേപോലെ ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നു. നമ്മുടെ തലച്ചോറിലൊക്കെ ഒരുപാട് ന്യൂറോൺസ് ഉണ്ട് അല്ലേ? കാരണം എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് ആരാണ്? നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് തലച്ചോറാണ്. അപ്പം ഈ തലച്ചോറ്, അതേപോലെ സുഷുമ്ന, ഇവയിലൊക്കെ എന്തുണ്ട്? ഒരുപാട് നാഡീകോശങ്ങൾ കാണപ്പെടുന്നുണ്ട്. പേശീകല ഓർ മസ്കുലാർ ടിഷ്യൂ, സങ്കോചിക്കാനും പൂർവസ്ഥിതി പ്രാപിക്കാനുമുള്ള കഴിവുണ്ട് പേശികൾ അല്ലേ? പേശികൾ എന്താണ്? ശരീരത്തിൻ്റെ ചലനത്തിന് സഹായിക്കുന്നതാണ് അല്ലേ? ഇത് യോജക കല, മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നു. അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം തുടങ്ങിയ വിവിധ യോജക കലകളാണ്. അസ്ഥിയും തരുണാസ്ഥിയും ശരീരത്തിന് താങ്ങും സംരക്ഷണവും നൽകുന്നു. നാരുകല ഇതര കലകളെ ബന്ധിപ്പിക്കുന്നു. പദാർത്ഥ സംവഹനം, രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങൾ രക്തം നിർവഹിക്കുന്നു. അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂ അല്ലെങ്കിൽ യോജക കല, പേരിൽ പോലെ തന്നെ എന്താണ്? മറ്റു കലകളെ യോജിപ്പിക്കുന്നു. അപ്പം ഈ അസ്ഥിയും തരുണാസ്ഥിയും അറിയാം നമുക്ക് അല്ലേ? ശരീരത്തിന് ആകൃതിയും സംരക്ഷണവും ബലമൊക്കെ നൽകുന്നുണ്ട്. നാരുകല അസ്ഥികൾ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? കണക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ദ്രാവക അവസ്ഥയിലുള്ളൊരു കണക്റ്റീവ് ടിഷ്യൂ ആണ് രക്തം എന്ന് പറയുന്നത്. രക്തം എന്തിനെ സഹായിക്കുന്നുണ്ട്? പദാർത്ഥ സംവഹനം, രോഗപ്രതിരോധം തുടങ്ങിയ അല്ലേ? അതായത് നമ്മളെ നമ്മൾ കഴിച്ചാൽ ഭക്ഷണത്തിൽ എനർജി ബ്ലഡിലാണ് ഉണ്ടാവും അല്ലേ? ഇത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നത് ആരാണ്? രക്തമാണ് അല്ലേ? രക്തം ഒരു ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം ആണ്. ഇതിനടുത്തത് ഇവിടെ ടെൻഡനുകൾ, അതേപോലെ സ്നായുക്കൾ എന്ന് പറയുന്നുണ്ട്. പേശികളെ അസ്ഥിയുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ടെൻഡനുകൾ. അതേപോലെ അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് സ്നായുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് മാറ്റി മാറ്റി തരാം. അസ്ഥികളെ പേശിയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ടെൻഡനുകളാണെങ്കിൽ 2 അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് ആര്? സ്നായുക്കൾ എന്ന് പറയുന്നത്. പിന്നെ ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയാണ് രക്തം എന്ന് പറയുന്നത്. ശ്വസനവാതകങ്ങളുടെയും പോഷകങ്ങളുടെയും സംവഹനം, രോഗപ്രതിരോധം ഇവയൊക്കെ രക്തത്തിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങളാണ്. ഓക്കെ ആണോ? ഇനി എന്തോ ഡൗട്ട് ഉണ്ടോ ഈ പറഞ്ഞതിലെ ടിഷ്യൂസ് കലകൾ എന്താണ്, വിവിധ തരം കലകൾ ഏതാണെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത സസ്യത്തിലേക്ക് പോവുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, ഓക്കെ ആണോ? മക്കളെ എന്തെങ്കിലും പറയുന്നുണ്ടോ? കേൾക്കുന്നില്ലല്ലോ. ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ?
ഓക്കെയാണ് മിസ്. ഓക്കെയാണ്. അത് നിങ്ങൾ ഇങ്ങോട്ട് പറയുന്നത് എനിക്ക് പെട്ടെന്ന് കേൾക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. ദെൻ സസ്യകലകൾ, നമ്മളവിടെ ഇതുവരെ ജന്തുകലകളെ കുറിച്ച് പറഞ്ഞു. ഇനി സസ്യകലകൾ. സസ്യകലകളിലാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് അല്ലെങ്കിൽ മെരിസ്റ്റമിക കലകൾ എന്ന് പറയുന്നത്. സസ്യങ്ങളിൽ കാണ്ഡത്തിൻ്റെയും, കാണ്ഡം എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റെമ്മാണ് കേട്ടോ, കാണ്ഡത്തിൻ്റെയും വേരിൻ്റെ അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേകതരം കോശങ്ങളാണ് മെരിസ്റ്റമിക കോശങ്ങൾ. അപ്പം കാണ്ഡത്തിലും വേരിലും, കാണ്ഡം മുകളിലോട്ടേക്ക് വളരുന്ന ഭാഗമാണ് അല്ലേ, വേരെന്ന് പറഞ്ഞാൽ മണ്ണിൽ താഴോട്ടേക്ക് വളരുന്ന ഭാഗമാണ്. അപ്പോൾ വളരുന്ന ഭാഗങ്ങളിൽ കാണപ്പെടുന്ന, സസ്യങ്ങളിൽ വളരുന്ന ഭാഗങ്ങളിൽ കാണപ്പെടുന്ന കോശങ്ങളാണ് ആര്, മെരിസ്റ്റമിക കോശങ്ങൾ അല്ലെങ്കിൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയുന്നത് അല്ലേ. സസ്യങ്ങളുടെ ത്വരിത സ്പീഡിലാണ്, ഫാസ്റ്റായിട്ട് സസ്യങ്ങൾ വളരാനുള്ള കാരണം മെരിസ്റ്റമിക കലകൾ ഉള്ളത് കൊണ്ടാണ്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആണ് സസ്യത്തിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന കലകൾ എന്ന് പറയുന്നത്. ഇനി സസ്യത്തിൽ 3 മെരിസ്റ്റമിക കോശങ്ങളും, അത് കുറച്ച് ഇതാണ്, എക്സ്പെരിമെൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്, നിങ്ങൾ നോക്കുക. ഇനി ഏതൊക്കെയാണ് സസ്യകലകൾ എന്ന് നമുക്ക് നോക്കാം. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂൻ്റെ അല്ലെങ്കിൽ മെരിസ്റ്റമിക കലയുടെ ഫംഗ്ഷൻ ഓർത്ത് വെക്കണേ, സസ്യങ്ങളുടെ വളർച്ചയ്ക്കാണ് അത് സഹായിക്കുന്നത്. ഇനി 3 തരം സസ്യകോശങ്ങളുണ്ട്, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ. 3ൻ്റെയും ഫംഗ്ഷൻ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇത് ആ ഒരു ഓർഡറിൽ തന്നെയാണ് ഇതിൻ്റെ കട്ടിയും കൂടുന്നത് കേട്ടോ. പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ, അതേ ഓർഡറിൽ തന്നെ നിങ്ങൾ വായിക്കുക, അതേ ഓർഡറിലാണ് ഇതിൻ്റെ കട്ടി കൂടുന്നത്. പാരൻ കൈമ ഏറ്റവും ലഘു ഘടനയാണ് പാരൻ കൈമക്കുള്ളത്. മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്നതാണ് ആര്, പാരൻ കൈമ എന്ന് പറയുന്നത്. പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നു. ഏറ്റവും മൃദുവായ ഭാഗങ്ങളിൽ കാണപ്പെടുന്നു. അതേപോലെ തന്നെ മൃദുവായത് കൊണ്ട് എന്താണ്, ഇതിന് ലൈറ്റാണ്, ലഘുഘടനയാണ് ഉള്ളത്. ഇത് പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നു. ഇനി അടുത്ത കോളൻ കൈമയിലോട്ടേക്ക് പോകുമ്പോൾ എന്താണ്, കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശം. അപ്പോൾ എന്തില്ല, ഫുൾ കട്ടി, മറ്റത് മൃദുലാണ് അല്ലേ, ഇതിൽ കുറച്ചും കൂടെ എന്തായി, കട്ടി കൂടി. സസ്യത്തിന്റെ ആ കോശങ്ങളിലെ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് തന്നെ മനസ്സിലാവും അല്ലേ, അതിൻ്റെ കോർണേഴ്സിൽ മാത്രം എന്താണ്, കട്ടി കൂടുതലാണ്. അതേപോലെ സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു. നമ്മൾ ഈ മുളകളൊക്കെ കണ്ടാലേ, അല്ലെങ്കിൽ കവുങ്ങുകളിലൊക്കെ എന്താണ്, കാറ്റ് അടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പം ഇങ്ങനെ വീണെന്ന് വിചാരിക്കും അല്ലേ, പക്ഷെ അവയൊന്നും എന്തുന്നില്ല, വീഴുന്നില്ല. അപ്പോൾ അവയ്ക്ക് എന്താണ്, താങ്ങും വഴക്കവും ഒക്കെ നൽകുന്നത് ആരാണ്, ഈ കോളൻ കൈമയാണ്. ഇതിനടുത്ത് സ്ക്ലീറൻ കൈമയിലോട്ടേക്ക് പോയാൽ എന്താണ്, എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടിയാണ്. നമ്മുടെ ഈ തേങ്ങയുടെ ചിരട്ടിയൊക്കെ കണ്ടില്ലേ, ഫുൾ എല്ലാ ഭാഗവും കട്ടിയല്ലേ. അതിലൊക്കെ ആരാണുള്ളത്, സ്ക്ലീറൻ കൈമ കോശങ്ങളാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതാണ് അത്രയും കട്ടി വരാൻ കാരണം. സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു. നല്ല ബലമുണ്ടല്ലോ ചിരട്ടക്കൊക്കെ, അപ്പോൾ താങ്ങും ബലവും നൽകുന്നതാണ് ആര്, സ്ക്ലീറൻ കൈമ. അടുത്തത് സസ്യത്തിലെ സംവഹന കലകൾ. സംവഹനം എന്ന് പറഞ്ഞാൽ എന്താണ്, വാസ്കുലാർ, നമ്മുടെ പ്രകാശ സംശ്ലേഷണം വഴി എന്ത് ചെയ്യുന്നുണ്ട്, സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കുന്നുണ്ട് അല്ലേ. അപ്പം ആഹാരം നിർമ്മാണത്തിനും അതേപോലെ നിർമ്മിച്ച ആഹാരങ്ങൾ സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കാനും 2 തരം കോശങ്ങളെ സഹായിക്കുന്നുണ്ട്. 2 തരം കലകളാണ് കേട്ടോ. ഒന്ന് സൈലമാണ്, മറ്റേത് ഫ്ലോയമാണ്. മണ്ണിൽ നിന്ന് വേര് എന്ത് ചെയ്യുന്നുണ്ട്, ജലവും ലവണങ്ങളൊക്കെ ഇലകളിൽ എത്തിക്കുന്നുണ്ട് അല്ലേ. ആ ഇലകളിൽ വെച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും പ്രകാശത്തിൻ്റെയും സഹായത്തോടെ അന്നജമാക്കി മാറ്റും. ഈ അന്നജത്തെ സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന പണി ആർക്കാണ്, ഫ്ലോയം എന്ന് പറയുന്ന ടിഷ്യൂവിനാണ്. സൈലം നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി രൂപപ്പെടുന്നു. വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണവും ഇലകളിൽ എത്തിക്കുന്നു. ദൃഢമായ കോശഭിത്തിയുള്ള കോശങ്ങളായതിനാൽ സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നുണ്ട്. ദെൻ ഫ്ലോയം കുഴലുകളായി രൂപപ്പെട്ട പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്ന്
രൂപപ്പെട്ടു. ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന പണി ആർക്കാണ്? ഫ്ലോയത്തിനാണ് ഉള്ളത്. സൈലം, ഫ്ലോയം, പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ? ഇത് പിന്നെ സ്കൂൾ കുട്ടികൾക്കുള്ള വർക്കാണ്. ഓക്കെ അല്ലേ? ഓക്കെ മിസ്. ഇപ്പൊ ഇവിടെ ഒരു ABCDE ക്വസ്റ്റ്യനിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നു. ആരാണ്? വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണവും ഇലകളിൽ എത്തിക്കുന്നു. സസ്യത്തിന്റെ മൃദുവായ ഭാഗങ്ങളിൽ കാണപ്പെടുന്നു. കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടിയുണ്ട്. എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടിയുള്ള ഭിത്തിയോടുള്ള കോശങ്ങൾ കാണപ്പെടുന്നു. അപ്പം ഇതിന് ഓരോന്നും ഉത്തരം ഏതാണെന്ന് നിങ്ങൾ തന്നെ മനസ്സിൽ എന്ത് ചെയ്യാം പറഞ്ഞു നോക്കുക. സെയിം സ്റ്റേറ്റ്മെന്റ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് കലകളെക്കുറിച്ചും കോശങ്ങളെക്കുറിച്ചും ഡിസ്കസ് ചെയ്യാനുള്ളത്.